ഹലോ ഗായ്സ്, ഇന്നാണെങ്കിൽ വീട്ടിൽ വിരുന്ന് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ ബിരിയാണി അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കാനും അറിയില്ല, പ്രൊഫഷണൽ ആയിരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഒരു അടിപൊളി ബിരിയാണി ഇതിൽ ഉണ്ടാക്കിയൊക്കെയാണ്. എസൻസും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് കുക്കറാണ്. കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ടാണ് കേട്ടോ. നമ്മളിവിടെ 1.5 കിലോ അരിക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള എണ്ണ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിടുക എണ്ണ കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഇല ഇടുന്നുണ്ട്. ആ ഇലയുടെ പേര് രമ്പ ഇല എന്ന് പറയും കേട്ടോ. അത് ബിരിയാണിക്കൊക്കെ ഇടാൻ അടിപൊളി ഇലയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എസൻസിൻ്റെ ആവശ്യമേ ഉണ്ടാവത്തില്ല. ആ ഒരു ഫ്ലേവറും ആ ഒരു മണവും എല്ലാം ആ ബിരിയാണിയിൽ സെറ്റായി ഇരിക്കുന്നത് കേട്ടോ. ചൂട് അത് ഒന്ന് ഇളക്കി കഴിയുമ്പം, ചൂട് എണ്ണയിൽ അങ്ങ് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത സവാള എടുത്ത് അതിലിട്ട് നമ്മൾ മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ മിക്സ് ചെയ്ത് മൂപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിയല് അങ്ങനെ ഇളക്കിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇടുക. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് തക്കാളി എടുത്തിടണം കേട്ടോ. തക്കാളിയും സവാളയും രമ്പ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് മൂപ്പിക്കണം. അതിന് ശേഷം നമ്മൾ പൊടികൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി 1.5 സ്പൂണ് നമ്മളിട്ടു, മുളക് പൊടി 2 സ്പൂണ്, എരിവനുസരിച്ചിട്ട് 2 സ്പൂണാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടു, ഉപ്പും 2 സ്പൂൺ ഇട്ട് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഗരം മസാല പൊടിച്ചത് 4 സ്പൂൺ എടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങ് ഇളക്കും. നല്ല രീതിക്ക് ഇളക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വരുള്ളൂ. ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് വരുന്ന ആ ഇലയും മസാലാസ് എല്ലാം ചേരുമ്പോൾ. ശേഷം കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്തു. 1.5 അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളതിൽ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാരങ്ങ നീര് ഇട്ടു കേട്ടോ. നമ്മൾ നാരങ്ങ നീര് അതിൽ തന്നെ നാരങ്ങ എടുത്ത് ഇട്ട്, അങ്ങനെ ഇടണമെന്നില്ല, നാരങ്ങ നീര് മാത്രമേ ഒഴിച്ചിട്ട് ആ നാരങ്ങ എടുത്ത് കളഞ്ഞാലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ അരി ഇട്ടു. നമ്മൾ 1.5 അരി കഴുകി വെച്ചത് അതും കൂടി ഇട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം കറക്റ്റിന് കൺസിസ്റ്റൻസിയിലുണ്ടോ ഇല്ലേ നോക്കണം. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങൾ ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പ് ശകലം കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെക്കൊക്കെ ചെയ്തിട്ട് വേണം നോക്കാനുള്ള കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങ് ഇളക്കണം കേട്ടോ. നല്ല രീതിക്ക് ഇളക്കി ഒന്നും കൂടി ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആണെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കണം കേട്ടോ. ചെക്ക് ചെയ്യുക. 2 വിസിൽ വരണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ അരി ആവുന്ന സമയത്ത് അതിന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു. റിഫൈൻ ഓയിലാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള, ക്യാപ്സിക്കം, ബീറ്റ്റൂട്ടൊക്കെയാണ് ഫ്രൈ ചെയ്യാനുള്ള. അതിന് മുന്നേ നമ്മൾ കുറച്ച് കാഷ്യൂവും കിസ്മിസ് എല്ലാം കൂടി ഇട്ട് ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ആദ്യം നമ്മളതാ ഫ്രൈ ചെയ്ത്, അതിന് ശേഷം നമ്മൾ സവാള, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തത്. ഇതിപ്പം നെക്സ്റ്റ് കാജു ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ കിസ്മിസാണ് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിസ്മിസ് ഏകദേശമൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ സവാളയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിട്ടേക്കുന്നത്. അതൊന്ന് എണ്ണയിൽ മൂത്തൊരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പം നമുക്കത് മാറ്റാറായത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ക്യാപ്സിക്കമാണ് ഇടുന്നത് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കുറച്ച് ഫ്രൈ ആയാൽ മതി. അപ്പോൾ അതൊന്ന് ബ്രൗണിഷ് കളറായപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് ബീറ്റ്റൂട്ട് ഫ്രൈ ചെയ്തു. ദെൻ അത് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ അത് മാറ്റി ക്യാരറ്റ് നമ്മളിട്ടു. ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ വെന്ത ബിരിയാണി നമ്മളൊരു ബേസനിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ മറ്റ് പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് കാജു, കിസ്മിസ്, ക്യാപ്സിക്കം, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത്, സവാളയൊക്കെ എല്ലാം മിക്സ് ചെയ്ത് നമ്മളതിന് മീതെ അങ്ങ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. സെർവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് ഫാസ്റ്റായിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഇതിൽ വന്നുകൊണ്ടിരുന്നത്. നമ്മളിതിൽ എസൻസ് ഒന്നും ചേർത്തിട്ടേ ഇല്ലായിരുന്നു. എസൻസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ആ രമ്പ ഇലേൻ്റെയും എല്ലാം കൂടെ ടെക്സ്ചറിൻ്റെ സ്മെല്ല് വന്ന ഭയങ്കര സ്മെല്ലായിരുന്നു. ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ നമ്മളതിൻ്റെ മുകളിൽ ഇട്ടു. അതിൻ്റെ ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ബിരിയാണി. നമുക്ക് വെജിറ്റേറിയന്
സെർവ് ചെയ്ത് കൊടുത്താലും കറി വേണമെന്നും ഇല്ല. അപ്പോൾ നോൺ വെജിനായാലും നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെജിറ്റേറിയൻസ് ആൾക്കാർക്കായാലും സലാഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ബിരിയാണിയാണ്. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചങ്ങ് കൊടുക്കും കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഭയങ്കര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ ഇത്രയും ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഇനി ആര് വീട്ടിൽ വന്നാലും ഗസ്റ്റ് വന്നാലും വിരുന്ന് വന്നാലും ഇതുപോലത്തെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി, വെക്കേഷൻസിലെ ഒക്കേഷൻസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ബിരിയാണി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. ബൈ.